ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അവൻ്റെ സകല കൺട്രോളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ അവന് ചെയ്യേണ്ടതെന്നൊന്നും അറിയാതിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഗംഗേട്ടൻ വന്നിട്ട് ബാലചന്ദ്രൻ ഓരോട് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ഗംഗേട്ടനോട് പറയുന്നുണ്ട്, എൻ്റെ എല്ലാം കഴിഞ്ഞു, ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇനി ഫൈനൽ സ്റ്റേജാണ്, ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്നൊന്നും എനിക്ക് അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ഗംഗേട്ടൻ വൈജയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വൈജയോട് സാധാ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, ബാലചന്ദ്രനെ കാണാനില്ല, ബാലചന്ദ്രൻ പോയിട്ട് 2 ദിവസമായി, എവിടെ പോയി എന്ന് ഒരു വിവരവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, എവിടെയും പോയി കാണില്ല, വരും എന്നൊക്കെ പറഞ്ഞ് വൈജയെ സമാധാനിച്ചിട്ട് ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗംഗേട്ടൻ മാലതിയോട് പറയുന്നുണ്ട്, എവിടെ പോയി ബാലചന്ദ്രൻ എന്നൊന്നും അവൾക്ക് അറിയില്ല, അവൾക്ക് ഒന്നും അറിയില്ല, ബാലചന്ദ്രൻ്റെ ഒരു കാര്യം അവൾക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു, ഇങ്ങനത്തെയൊക്കെ അറിഞ്ഞു, അവനൊരു മകളുണ്ടായി, വൈജയ്ക്ക് ഒരു മകളുണ്ടായി എന്നൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ മാലതിയോട് പറയേണ്ടത് അത് എങ്ങനെ സംഭവിച്ചു എന്നൊന്നും ഒരു പിടുത്തം കിട്ടണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ വൈജ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എവിടെ എന്നൊക്കെ അറിയാതെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാലതി ബാലചന്ദ്രനോട് വന്ന് പറയുന്നുണ്ട്, വൈജയ്ക്ക് നിങ്ങളുടെ ഒപ്പം കഴിയണ സമയത്ത് അവളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനൊന്നും കഴിയില്ല, കാരണം അവളെ മനസ്സ് മുഴുവൻ ഈ കുറ്റബോധമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ മാലതിയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ എല്ലാം കേട്ടത് മതിയായി, ഇപ്പോൾ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല, ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്ക് അത് മാത്രമേ അറിയേണ്ടുള്ളൂ നിങ്ങളുടെ അടുത്ത് നിന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ വല്ല ദേഷ്യപ്പെടുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്